എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വാട്ടർമെലൺ കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടൊരു ജ്യൂസ് തയ്യാറാക്കാം. അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയവും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രം മതി. നല്ല തണുത്ത ജ്യൂസാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്നുള്ള ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ആ വാട്ടർമെലൺ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനത്തെ വാട്ടർമെലണാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇതേപോലെ മഞ്ഞ കളർ ഒരു വശമായ വാട്ടർമെലനാണ് വളരെ മൂത്ത് പഴുത്തത്. അപ്പോൾ ഇത് മുറിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നാച്ചുറലായിട്ടുള്ള കളറ്, മൂത്ത് പഴുത്ത ഇതുപോലുള്ള വാട്ടർമെലൺ കൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുമോ. അതുപോലെ തന്നെ ഇതിൻ്റെ മധുരം എന്ന് പറഞ്ഞാൽ ഇതിൽ അഡീഷണൽ ഒരു പഞ്ചസാരയുടെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഈ വാട്ടർമെലൺ കുറച്ച് ഞാൻ ജ്യൂസാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു പുളിപ്പ്, ഈ മധുരത്തിൻ്റെ കൂടെ നല്ലൊരു പുളിപ്പ് കിട്ടാനായിട്ട് അല്പം പഴുത്ത മാങ്ങയോ അതുപോലെ തന്നെ നാരങ്ങയുടെ ചെറിയ പീസ് നല്ലതാണ്. ചിയ സീഡ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അത് ഇതിൽ കൂടി നമുക്ക് കഴിച്ചാൽ നല്ല ഒരു റിഫ്രഷ് ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഇത് വെറുതെ ചിയ സീഡ് കുടിക്കാൻ നമുക്ക് പറ്റുകയില്ല. അപ്പോൾ ഇതുപോലുള്ള ജ്യൂസിലൂടെയൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വാട്ടർമെലണിൻ്റെ പീസസ് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം ജ്യൂസ് ആഡ് ചെയ്യുകയായിരിക്കും നല്ലത്. കാരണം ഈ വാട്ടർമെലൺ നമ്മൾ കുടിച്ചതിന് ശേഷം കുറച്ച് നമുക്ക് കടിച്ച് തിന്നുകയും ചെയ്യാം. അതിനായിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ മുകളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നാച്ചുറലി ഇത് താഴോട്ട് കുറേ ഗ്യാപ്പുണ്ട്, ഐസിൻ്റെ ഗ്യാപ്പ്. ഐസ് ഉരുകുമ്പോഴേക്കും അതിൻ്റെ താഴോട്ട് ചെല്ലും. അപ്പോൾ ഐസിൻ്റെ തണുപ്പ് നമുക്ക് മുകളിൽ വരെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ജ്യൂസ് ഉണ്ടാക്കി നമുക്ക് ഗസ്റ്റിനോ അതുപോലെയുള്ള കുട്ടികൾക്കോ വീട്ടിലുള്ളവർക്കും, നമ്മൾ മറ്റുള്ളവർക്ക് സെർവ് ചെയ്യില്ല, നമുക്ക് വീട്ടിലുള്ളവർക്ക് തന്നെ കുടിക്കുമ്പോൾ വളരെ സാറ്റിസ്ഫാക്ഷനാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.